ഒരു വാർദ്ധക്യകാലത്തുണ്ടാകുന്ന ഒരു പ്രണയം എന്ന് പറഞ്ഞല്ലോ. ഞാൻ വേണിച്ചേട്ടൻ്റെ ഒരു കരിയർ ഇങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടിയും അല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ളല്ലോ. നോക്കുമ്പോൾ വളരെ നേരത്തെ വലിയ വൃദ്ധരായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്നോ തുടങ്ങിയിട്ട് പിന്നെ അതിൽ നിന്ന് വളരെ കുറച്ച് ഊരിട്ടല്ലോ. ഒരിടത്തൊരു ഫയൽമാന്റെ ഒക്കെ ഒരു സമയം തൊട്ട് പിടിച്ചിട്ട് അതാണ് ആദ്യത്തെ വൃദ്ധ തയ്യൽക്കാരൻ. അതെ അതെ അതെ, തയ്യക്കാരൻ ശിവൻപിള്ള മേസ്ത്രി. ശിവൻപിള്ള അവിടം തൊട്ടൊരു വൃദ്ധൻ പിടിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാള്. ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ കലാമണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആറ്റുവെട്ടി വേലായുധൻ, ഒരു രക്ഷയിലെ താളമില്ലാത്ത ഒരാള്. ഈ കലാമണ്ഡലം സെക്രട്ടറി ആയിട്ട് അഭിനയിക്കുന്ന സിനിമയായ കമലദളവും ഭാഗവതരായിട്ട് അഭിനയിക്കുന്ന സർഗവും ഒരേ സമയത്ത് ഇറങ്ങുന്നത്. സർഗത്തില് സംഗീതത്തിന്റെ അഗാധമായ അറിവുള്ള ഭാഗവതര്, ആന്തോളനം എന്നൊക്കെ പാടുന്ന, താളത്തിന്റെ ഉസ്താദ്, താളം തെറ്റിക്കഴിഞ്ഞാൽ ശിക്ഷിക്കും. അതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകള് ചായയായിട്ട് വന്ന എന്ന് പറയും. ഇങ്ങനെ ഒരാൾ ഒരു തിയേറ്ററിലോടുന്നു. അപ്പുറത്ത് തിക്കുറിശി സുകുമാരൻ നായർ സാറിന്റെ കൂടെ ഇരുന്നിട്ട് കലാമണ്ഡലം സെക്രട്ടറി ആയിരുന്ന ആള് തെറ്റി താളം പിടിക്കുമ്പോൾ തിക്കുറിശി സാറ് കൈ തട്ടും. ദേവരാജൻ മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു 2 നല്ല വാക്ക് കിട്ടാൻ പാടാണ്. അതെ അതെ, കറക്റ്റ്. വളരെ അറിയാലോ, അതെ അതെ, വളരെ ബുദ്ധിമുട്ടാണ്. ഉഗ്രനാണെങ്കിൽ അദ്ദേഹം നന്നായി എന്ന് പറയും. ഏറ്റവും ഗംഭീരായാൽ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞെന്താ അറിയോ, കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. അദ്ദേഹം ഈ സർഗത്തിലെ വേണിച്ചേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് അതിഗംഭീരം പാടുന്നതാണെന്നേ തോന്നുന്നു. അല്ല, കണ്ടിട്ട് പറഞ്ഞെന്ന് വെച്ചാല്, വേണു, ഞാൻ ഇയാളുടെ സർഗം സിനിമ കണ്ടു. അറിയാവല്ല, എഴുതിയത് ഇന്നാര് അറിയാവല്ല, സംഗീതം ഭാഗവതരായിട്ട് നിങ്ങൾ പാടുന്ന യേശുദാസാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഗാനരംഗം കണ്ടപ്പോ താനല്ല അത് പാടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇതാണ് ദേവരാജൻ മാസ്റ്റർ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ യാദൃശ്യമായിട്ട് വേണിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ താളം, സംഗീതം ഇതൊക്കെ വരാതെ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റൂല. നമ്മള് കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെക്കുറിച്ച് അങ്ങനെ ആധികാരികമായി സംസാരിക്കാൻ അധികാരമില്ലാത്തവരെന്നുള്ള നിലയിൽ ജയരാജന് ഇത്തിരി അധികാരം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് അധികാരം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും സംഗീതത്തെ പറ്റി ആധികാരമായിട്ട് പറയാൻ ഒരാള് വേണം. അപ്പൊ അങ്ങനെ ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ. വേണം. അദ്ദേഹം വേണിച്ചേട്ടന്റെ സുഹൃത്താണ്. സംഗീതത്തെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളാണ്. സർവോപരി രസികൻ എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വൺലൈനറുകളും വൺവേഡുകളും അദ്ദേഹത്തിനോട് ഇടപഴകിയിട്ടുള്ളവർക്കെല്ലാം അദ്ദേഹത്തിന്റെ ഒരു നർമ്മരസം ഏറെ ഇഷ്ടപ്പെടുന്ന വലിയ നർമ്മബോധമുള്ള സംഗീത വിദ്വാനാണ്. ഇനി വരാൻ പോകുന്നത് ഹൃദയപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്റർ. മാഷ് നടന്നു വന്നപ്പോഴേ വേണിച്ചേട്ടൻ സ്റ്റേജുകളിൽ ഇതേപോലുള്ള ജുബയാണ് ധരിക്കാറുള്ളത് പ്രോഗ്രാമിനെല്ലാം. അപ്പോ ഒരു പ്രത്യേക സന്തോഷം. അതെ. ഓർമ്മയിലെന്നും